നമസ്കാരം. ഇന്ത്യൻ ഫിലോസഫിയുടെ 3-ാം അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഫിലോസഫി എന്ന് പറയുന്നത് വലിയൊരു മേഖലയാണ്. അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആയിരുന്നില്ല നമ്മൾ ഇതുവരെ ചെയ്തത്. അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ തത്വശാസ്ത്രങ്ങളിൽ നോക്കിയാൽ യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ എത്രയോ കാലം മുമ്പേ ഇന്ത്യൻ ഫിലോസഫി വളരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ പിന്നീട് കൂടുതൽ വലിയ ഫിലോസഫിക്കൽ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് പാശ്ചാത്യ മേഖലയിലാണ്. ഇന്ത്യ അതിൻ്റെ തുടക്കം ഏറ്റവും ഭംഗിയായിരുന്നു എങ്കിലും പിന്നീട് അങ്ങോട്ട് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ജാതി വ്യവസ്ഥ പോലെയും വർണ്ണവ്യവസ്ഥ പോലെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ. എനിവേ, നമുക്കിനി ഒരു 18, 19, 20 നൂറ്റാണ്ടുകളിൽ, ക്രിസ്തുവിന് ശേഷം 19, 20 നൂറ്റാണ്ടുകളിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാം. ഈ കാലയളവാകുമ്പോഴേക്കും തീർച്ചയായിട്ടും ഭാരതത്തിലേക്ക് ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം ഇവരുടെയൊക്കെ ആഗമനം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ഹിന്ദു മത വിഭാഗത്തിൽ പലതരത്തിലുള്ള സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, ജാതീയതയുടെ പേരിൽ ആളുകൾ വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. 2, വൈഷ്ണവർ, ശൈവർ മുതലായ ഭക്തിയുടെ അടിസ്ഥാനത്തിലുള്ള ആളുകൾ തമ്മിലുള്ള വേർതിരിവ് അത് വേറെയുമുണ്ട്. തീർച്ചയായിട്ടും ജാതി ഒരു ഘടകം കൊണ്ട് തന്നെ പലതരത്തിലുള്ള മതപരിവർത്തനങ്ങൾ അന്ന് ഇന്ത്യയിൽ നടക്കുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമായിരുന്നു. അങ്ങനെയാണ് നിയോ വേദാന്ത അല്ലെങ്കിൽ നിയോ ഹിന്ദുയിസം പീരീഡ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പൊ രാജാറാം മോഹൻ റോയ്, രവീന്ദ്രനാഥ് ടാഗോർ, കേശവ് ചന്ദ്ര സെൻ മുതലായിട്ടുള്ള പേരുകൾ നമുക്ക് ആദ്യകാലങ്ങളിൽ കാണാൻ സാധിക്കും. രാജാറാം മോഹൻ റോയിയുടെ ബ്രഹ്മസമാജം ഹിന്ദുവിലെ ജാതീയതയ്ക്കെതിരെ വലിയ രീതിയിൽ പ്രതികരിച്ച ഒരു സമൂഹമാണ്, അല്ലെങ്കിൽ ഒരു മൂവ്മെന്റാണ്. അതുപോലെ ശൈശവിവാഹത്തെയും സതി പോലത്തെ ദുരാചാരങ്ങളെയൊക്കെ രാജാറാം മോഹൻ റോയിയുടെ നേതൃത്വത്തിലുള്ള ഒരു മൂവ്മെന്റ് നിശിതമായി വിമർശിക്കുന്നത് നമുക്ക് ചരിത്ര പുസ്തകങ്ങളിൽ കാണാൻ സാധിക്കും. സത്യത്തിൽ അന്ന് ടാഗോറിനെ പോലെയോ രാജാറാം മോഹൻ റോയിയോ പോലെയുള്ള നവോത്ഥാന പ്രവർത്തകര് ഈ മതപരിവർത്തനത്തെ ചെറുത്തു നിന്നത് മറ്റൊരു വിദ്വേഷം കൊണ്ടായിരുന്നില്ല. അവര് ഹിന്ദു സമൂഹത്തിനകത്തുള്ള തെറ്റായ പ്രവണതകൾക്കെതിരെ ശബ്ദിക്കുകയും ആളുകളെ ബോധവാന്മാരാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു യൂണിവേഴ്സലിസ്റ്റിക് ഹിന്ദു ധർമ്മ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അപ്പോഴാണ്. ലോകത്തിന് മൊത്തമായും ഹിന്ദു മതത്തിന് കൊടുക്കാനുള്ള ധർമ്മ സിദ്ധാന്തം എന്നുള്ള രീതിയിൽ ഒരു ചർച്ച ആരംഭിക്കുന്നത് ആ കാലയളവിലാണ്. ഇതിലേക്ക് ആകർഷ്ടനായിട്ടുള്ള ഒരു യുവാവിന്റെ പേര് ഞാൻ പറയാം, നരേന്ദ്രനാഥ് ദത്ത. ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പേര് അറിയില്ല, പക്ഷേ സ്വാമി വിവേകാനന്ദൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. ഈ ഇത്തരത്തിലുള്ള മൂവ്മെന്റുകളിലൂടെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആ യുവാവ് പിന്നീട് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യത്വം സ്വീകരിക്കുകയാണ്. അതിന്റെ പിറകിൽ ഒരു വലിയ രസകരമായ കഥയുണ്ട്. ഒരു ദിവസം നരേന്ദ്രനാഥൻ ശ്രീനാരായണ പരമഹംസരുടെ ആശ്രമത്തിലേക്ക് ചെല്ലുന്നു. ഇപ്പൊ വാതിലിന്റെ മുന്നിൽ വെച്ച് അദ്ദേഹം വാതിൽ കൊട്ടുന്നു. അപ്പം അകത്തുനിന്ന് ഗുരു ചോദിക്കുന്നു, ആരാണ് എന്ന് ചോദിക്കുന്നു. അപ്പൊ നരേന്ദ്രനാഥ് പറയുന്നു, അത് അന്വേഷിച്ചാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറയും. അപ്പൊ തന്നെ ആ ചോദ്യത്തിന്റെ ഉത്തരം തന്നെ ആ ഗുരുവിന് ആ ശിഷ്യന്റെ എന്താ പറയുക അഗാധമായിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ തോട്ട്സിനെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അല്ലെങ്കിലും അതെ, വലിയ വലിയ ബുദ്ധിശാലികൾ സംസാരിക്കുമ്പോൾ അതിലെപ്പോഴും ഒരു ഫിലോസഫി കലർന്നിട്ടുണ്ടാവും. ബംഗാളിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു പ്രമുഖ വ്യക്തിത്വമാണ് അരബിന്ദ ഘോഷ്. അദ്ദേഹം പൂർണ്ണ അദ്വൈത ദർശനം, പൂർണ്ണ യോഗ ദർശനം പോലുള്ള ഒരു പുതിയ ദർശനം നിയോ അദ്വൈത ദർശനത്തിലേക്ക് സംഭാവനയായിട്ട് നൽകി. മഹാത്മാഗാന്ധി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പോലത്തെ മഹത് പ്രതിഭകള് ഹൈന്ദവ ദർശനത്തിലൂന്നി തന്നെയാണ്. ഇരുവരും വൈഷ്ണവരാണെന്ന് വെച്ചാൽ നമുക്കറിയാലോ, മഹാത്മാഗാന്ധിയുടെ ഇഷ്ടപ്പെട്ട പാട്ട് തന്നെ വൈഷ്ണവ ജനതോ എന്നാണ് ആരംഭിക്കുന്നത്. രാമഭക്തനാണ്, വിഷ്ണുവിന്റെ അവതാരങ്ങളിൽ വിശ്വസിക്കുന്നു.
ഡോക്ടർ എസ് രാധാകൃഷ്ണനും അതേപോലെ തന്നെ ഹൈന്ദവ ദർശനത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ ഹിന്ദുവിനൊരു പുതിയ ദിശാബോധം നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു. അത് അവരുടെ ദാർശനിക തലത്തിലെ വ്യക്തിജീവിതത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. രാഷ്ട്രീയ കാര്യങ്ങളിൽ അവരൊരു ദേശീയ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ റോള് വേറെയാണ്. മഹാത്മാഗാന്ധി ഒരു ദാർശനികനായിട്ട് കാണുമ്പോൾ അദ്ദേഹം ഒരു നിയോ ഹിന്ദുയിസം എന്ന് പറയുന്ന ദർശന പരമ്പരയിൽ എങ്ങനെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതേപോലെ ആര്യ സമാജത്തിന് നേതൃത്വം കൊടുത്ത സ്വാമി ദയാനന്ദ സരസ്വതി, ഇവരൊക്കെ അന്ന് നിലനിന്നിരുന്ന ഹിന്ദു മതവിഭാഗത്തിലെ അല്ലെങ്കിൽ ഹിന്ദു ആശയധാരയിലെ പലതരത്തിലുള്ള ദുരാചാരങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മതത്തിനെ വളച്ചൊടിക്കുന്ന പൗരോഹിത്യത്തിന്റെ രീതിക്കെതിരെ മതത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ വിദ്വേഷം വമിച്ചുകൊണ്ടല്ല, മതത്തിനകത്തെ ദുഷ്പ്രവണതകളെ എതിർത്തുകൊണ്ട് അതിനെ ജനങ്ങളെ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് നേർരേഖയിലേക്ക് നയിച്ചിട്ടുള്ള നവോത്ഥാന നായകരായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ നിയോ ഹിന്ദുയിസം അല്ലെങ്കിൽ നിയോ വേദാന്തം എന്നൊക്കെ പറയുന്ന ഒരു കാര്യത്തിന് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, അതിനു മുമ്പ് ഇപ്പോ ശങ്കരാചാര്യരുടെയോ അദ്വൈത ദർശനങ്ങളിലൊക്കെ മിഥ്യ, മായ എന്നൊക്കെ പറയുന്നത് വലിയൊരു ഫിലോസഫിക്കൽ തത്വത്തിൽ നിന്നാണ്. നീയും ഞാനും എല്ലാം മായയാണ് എന്ന് പറയുന്നിടത്ത് ആ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചാൽ എന്താ, ഇന്ത്യക്കാർ തന്നെ ഇന്ത്യ ഭരിച്ചാൽ എന്താ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നതിന് എന്തർത്ഥമുണ്ട്, അതിർത്തികൾക്ക് എന്തർത്ഥമുണ്ട്, അല്ലെ? അപ്പൊ ആളുകൾ ഒരു ദേശീയ ബോധം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് അടുപ്പിച്ചു എന്നുള്ളതാണ് നിയോ ഹിന്ദുയിസം ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയപരമായിട്ടുള്ള ദൗത്യം. ഇപ്പൊ ദേശീയത എന്ന് പറയുന്ന ഒരു വികാരം ഒരു 1900 മുമ്പേ ഇന്ത്യയിൽ അത്രമാത്രം ശക്തമായിരുന്നില്ല. പക്ഷേ ഈ തരത്തിലുള്ള എന്താ പറയുക പ്രവർത്തനങ്ങളിലൂടെ, ഇത്തരത്തിലുള്ള ദേശീയ നേതാക്കളുടെ ഇടപെടലുകളിലൂടെ ദേശീയ ബോധം എന്ന് പറയുന്ന ഒരു കാര്യവും കൂടെ, പക്ഷെ ഇതേ രവീന്ദ്രനാഥ ടാഗോർ ദേശീയ ബോധത്തെ വേറൊരു തരത്തിൽ വ്യാഖ്യാനം ചെയ്തു നമുക്ക് വായിക്കാൻ കഴിയും. ഞാൻ ആ ഒരു അർത്ഥത്തിലല്ല പറയുന്നത്. ജനങ്ങൾക്ക് ഒരു 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 കൂട്ടായ ഒരു ആത്മീയ ചിന്തയുടെ കീഴിൽ നമ്മൾ എന്ന് പറയുന്ന ഒരു വികാരത്തെ സൃഷ്ടിക്കാനും ഹൈന്ദവ ദർശനങ്ങളെ ഒരു ദേശീയതയുടെ ഭാഗമാക്കി മാറ്റാനുമൊക്കെ ആരംഭം കുറിക്കുന്നത് സത്യത്തിൽ ഈ തരത്തിലുള്ള ദേശീയ നേതാക്കളുടെ ഇടപെടലുകൾ കൊണ്ടാണ്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ഹിന്ദുത്വവാദം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ദാർശനികമായിട്ടുള്ള ഇടപെടലല്ല. അതൊരു പരിധിവരെ അധികാരത്തിലേക്ക് എത്താനുള്ള ഒരു രാഷ്ട്രീയ ആയുധം മാത്രമാണ്. ഇപ്പോൾ ഹിന്ദുയിസവും ഹിന്ദുത്വവും തമ്മിലുള്ള വേർതിരിവിനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ നിയോ ഹിന്ദുയിസം എന്ന് ഞാൻ വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് ദാർശനിക തലത്തില് ആളുകളെ ഫിലോസഫിക്കലി ഉയർത്താനുള്ള ചിന്തകളാണ് പ്രൊവൈഡ് ചെയ്തത്. അവിടെ വിദ്വേഷം സംസാരിക്കുകയോ അന്യമതത്തിനെ അകറ്റി നിർത്തുകയോ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ആളുകളെ കൂട്ടുകയോ ഒന്നുമല്ല ചെയ്തിരുന്നത്. അവരവരുടെ ദർശനങ്ങളെ കുറിച്ച് പറഞ്ഞു, ആ ദർശനങ്ങളിൽ ആളുകൾ ആകൃഷ്ടരായി. ആ ദാർശനിക തലത്തിൽ നിന്നും വൈദേശികരുടെ കോളനി ഭരണത്തെക്കുറിച്ച് എതിർത്ത് സംസാരിച്ചു, വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ചു, സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ചു. അപ്പൊ ആ ദേശീയത എന്ന് പറഞ്ഞ ഒരു വികാരം ആരംഭിക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള നേതാക്കന്മാരുടെ ഇടപെടലുകളിലൂടെയാണ്. ഇതേ സമയം തന്നെ ഹിന്ദുമതവുമായി നേരിട്ട് ബന്ധപ്പെടാതെ ഒരു പുതിയ ആശയധാര വളർത്തിയെടുത്ത മറ്റൊരു മഹത് വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം ഹിന്ദുമതത്തിനോടുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരുന്നു ആ സമയമാകുമ്പോഴേക്കും. കാര്യം ഒരു നവോത്ഥാന പ്രക്രിയയ്ക്കും ഹിന്ദുമതത്തിലെ അവർണർ എന്ന് പറയുന്ന വിഭാഗത്തെ അല്ലെങ്കിൽ ദളിതർ എന്ന് പറയുന്ന വിഭാഗത്തെ അല്ലെങ്കിൽ അഞ്ചാം വർണ്ണക്കാരെ എന്ന് വിളിച്ചിരുന്നവരെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം തീർത്തും വിശ്വസിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം പലതരത്തിലുള്ള മറ്റ് ദർശനങ്ങളെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിയിരുന്നു. സിഖിസത്തിലേക്ക് അദ്ദേഹം വളരെയധികം ആകൃഷ്ടനായിരുന്നു. ഒരു സമയത്ത് ഇസ്ലാം ചിന്തകളുമായി അദ്ദേഹം വളരെയധികം ആകൃഷ്ടനായിരുന്നു. പക്ഷേ പിന്നീട് മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരുപാട് ആലോചനയ്ക്ക് ശേഷം അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയായിരുന്നു ചെയ്തത്. അതും ഹീനയാൻ മഹായാൻ പോലത്തെ ബുദ്ധമതത്തിൽ അന്ന് നിലനിൽക്കുന്ന ശ്രേണികളിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു നവ്യാൻ എന്ന് പറയുന്ന ഒരു പുതിയ
സിദ്ധാന്തം തന്നെ അദ്ദേഹം ബുദ്ധമതത്തിനകത്ത് സൃഷ്ടിക്കുകയാണ് ചെയ്തത്. പിന്നീട് നമ്മൾ കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പേര് മറക്കാൻ പാടില്ലാത്ത ഒരു ഫിലോസഫറാണ്, ഒരുപക്ഷെ അധികം ഇന്ത്യയിൽ സാധാരണക്കാരിലേക്ക് വായിക്കപ്പെട്ടിട്ടില്ലാത്ത ഫിലോസഫറാണ് ജിദ്ദു കൃഷ്ണമൂർത്തി. എത്ര പേർക്ക് അറിയാം എന്നറിയില്ല, ജിദ്ദു കൃഷ്ണമൂർത്തി അനി ബസന്റിന്റെ വളർത്തുപുത്രനാണ്, അല്ലെങ്കിൽ ദത്തുപുത്രനാണ്. വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു കൊച്ചു ബാലനെ അനി ബസന്റ് കാണുന്നു. ആ കുട്ടിയുമായിട്ടുള്ള അനി ബസന്റിന്റെ ഇടപെടലുകൾ ശക്തമാവുന്നു. ഒടുക്കം കുടുംബത്തിൽ നിന്ന് വലിയ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവുന്നു. അങ്ങനെ നിയമപരമായി തന്നെ അനി ബസന്റ് ആ ബാലനെ ദത്തെടുക്കുന്നു. ജിദ്ദു കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഫിലോസഫർ പഠിച്ചതും വളർന്നതും ഒക്കെ അമേരിക്കയിലാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം പഠനത്തിനൊക്കെ ശേഷം ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫിലോസഫിക്കൽ ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന, ബുദ്ധിശാലികൾക്കിടയിൽ വായിക്കപ്പെടുന്ന വലിയ ഫിലോസഫറാണ്. പക്ഷെ സാധാരണ ഇന്ത്യക്കാരന്റെ വായനകളിലേക്ക് ജിദ്ദു കൃഷ്ണമൂർത്തിയെ പോലത്തെ ഒരു ഫിലോസഫർ അധികം കയറി വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. മോഡേൺ ഇന്ത്യയിലെ ഫിലോസഫിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അലാമ ഇക്ബാലിന്റെ യൂണിവേഴ്സൽ ഫിലോസഫിയെ കുറിച്ചും രജനീഷ് ഓഷോയുടെ ഫിലോസഫിയെ കുറിച്ചും നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പൊ രജനീഷ് ഓഷോ വളരെ എന്താ പറയുക, വായിക്കുമ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ അത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പൊ അദ്ദേഹം ഒരു ഫിലോസഫി ടീച്ചറായിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം ആരംഭിക്കുന്നത്. ഒരു കോളേജിലെ പ്രൊഫസറായിരുന്നു, ഫിലോസഫി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ലൈബ്രറികളിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപകൻ, വായിക്കാത്ത മേഖലകളില്ല, അറിയാത്ത ശാഖകളില്ല. ഒടുക്കം ഇതെല്ലാം വലിച്ചെറിഞ്ഞ് ഫിലോസഫിയിലേക്ക് മുഴുവനായും മുഴുകി ജീവിക്കാൻ തീരുമാനിക്കുന്നു. അദ്ദേഹം അമേരിക്കയിൽ ചെല്ലുന്നു, അവിടെ ഒരുപാട് ശിഷ്യഗണങ്ങളെ സമ്പാദിക്കുന്നു. ഒരു പ്രദേശത്തിന് രജനീഷ് പുരം എന്നുള്ള പേര് വരെ വരുന്ന സാഹചര്യങ്ങളിലേക്ക് അദ്ദേഹം വളരുന്നു. പക്ഷെ ആ പ്രദേശത്തെ ആളുകളുടെ എതിർപ്പുകളും കേസുകളും കൂട്ടങ്ങളും ആയപ്പോൾ അദ്ദേഹം അമേരിക്ക ഉപേക്ഷിച്ച് ഇന്ത്യയിൽ പൂനെയിൽ ഒരു ആശ്രമം തുടങ്ങുന്നു. ആ സമയത്ത് ഇന്ത്യക്കകത്തുള്ള ഗവൺമെന്റുമായിട്ടുള്ള ചില പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷെ എനിവേ അദ്ദേഹം ഇന്ത്യയിൽ ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള വലിയൊരു ഫിലോസഫറായി ഉയർന്നു വരുന്നു. ലോകം മുഴുവനും പിന്നീട് അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ ഫോളോ ചെയ്യുന്നവരുണ്ടാവുന്നു. ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിൽ ലോകം മുഴുവൻ അറിയപ്പെട്ട ആളുകളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ അതിൽ പ്രഥമഗണനീയനിലായിട്ട് ഒരാളായിരിക്കും ഓഷോ രജനീഷ്. അദ്ദേഹത്തെ എത്ര ഗൗരവത്തോടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യമാണ്. പലപ്പോഴും അദ്ദേഹം വളരെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ട, തെറ്റായി വായിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. സാധാരണ സ്റ്റീരിയോ ടൈപ്പായിട്ടുള്ള ഹൈന്ദവ ദർശനങ്ങൾ അല്ലെങ്കിൽ ആത്മീയ പാതയിലേക്കുള്ള തപസ് പോലത്തെ വഴികളിൽ നിന്ന് മാറിക്കൊണ്ട് ഡാൻസ് ചെയ്തിട്ടും പാട്ട് പാടിയിട്ടും ആലിംഗനം ചെയ്തിട്ടും ചുംബനം ചെയ്തിട്ടും ഒക്കെ മെഡിറ്റേഷനിലേക്ക് എത്താം എന്നാണ് അദ്ദേഹത്തിന്റെ തിയറി. രതി പോലും മെഡിറ്റേഷനിലേക്കുള്ള വഴിയാണ് എന്ന് വിശ്വസിച്ച ഒരാളാണ് അദ്ദേഹം. ചിലപ്പോൾ ചില ആളുകൾക്ക് വെറും ഒരു സെക്സ് ഗുരു എന്നുള്ള രീതിയിൽ മാത്രം ഒതുങ്ങി പോകുന്നു. പക്ഷെ അദ്ദേഹം അതിനൊക്കെ അപ്പുറത്തേക്ക് പറഞ്ഞിട്ടുള്ള ഫിലോസഫികളുടെ ആഴത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എന്താ പറയുക, ഒരു ബുദ്ധിശാലിയുടെ കുസൃതിത്തരങ്ങൾ എന്നുള്ള രീതിയിലുള്ള ചില ഏടുകളെ മാത്രം എടുത്തുകൊണ്ട് രജനീഷ് ഓഷോനെ നോക്കിക്കാണുന്നതാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. എനിവേ, നമ്മൾ ഇതുവരെ കണ്ടത് ഒരു ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സിലും ഇന്ത്യൻ ഫിലോസഫിയിലെ നാഴികക്കല്ലുകളുടെ മുന്നിൽ പരാമർശിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. ഇപ്പോൾ ഒരു 2-3 മണിക്കൂറിന്റെ പ്രയത്നമാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതൊന്നും ഒരു ഫിലോസഫിയെ കുറിച്ച് മനസ്സിലാക്കാൻ ഒന്നും ആവുന്നില്ല. ജസ്റ്റ് ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് സംസാരിക്കുക മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യം പറയട്ടെ, ഇന്ത്യൻ ഫിലോസഫിയെ കുറിച്ച് പഠിപ്പിക്കാൻ ഞാൻ ആളൊന്നുമല്ല. ഞാനിപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ എനിക്ക് പണ്ടേ തൊട്ടേയുള്ള ശീലമാണ് പഠിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളത്. പണ്ട് നമ്മളൊരു മുറിയിലിരുന്ന് ഒറ്റയ്ക്കായിരുന്നു ചെയ്തതെങ്കിൽ ഇന്നതിന് സോഷ്യൽ മീഡിയ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തെറ്റുകൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ സൂചിപ്പിക്കുക, തിരുത്താൻ ഞാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും ആർക്കും തെറ്റുകൾ പറ്റും. വിദ്യാർത്ഥിയായിരിക്കും എനിക്ക് തീർച്ചയായിട്ടും തെറ്റുകൾ പറ്റും. ഞാനിത് ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ പഠിക്കുന്നു, അത് ഞാൻ ഷെയർ ചെയ്യുന്നു. നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ അതുകൊണ്ട് ഗുണമുണ്ടാവുന്നെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുന്നു, നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നു, മുന്നോട്ട് പോകുന്നു. എനിവേ, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു, സ്നേഹം പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.